അച്ഛൻ ഞാൻ ഇറങ്ങാ. ആ ശരി മോളെ. ആ എന്നിട്ട് വന്നല്ലോ. ആ നിന്റെ വണ്ടി എവിടെ? ആ അത് ഇന്നും എനിക്ക് പണി തന്ന്. എനിക്കൊരു കാര്യം പറയാണ്ട്. നീ വന്നേ. അല്ല, രണ്ടാളും രാത്രി ഓൺലൈൻ തന്നെയായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങളെ പ്രശ്നവും തീർന്നില്ല? നീ പോടാ. നീ ഇന്നലെ എന്താ എന്നോട് പിണങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയത്? എപ്പം നോക്കിയാലും തിരക്കോട് തിരക്ക്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ അതാണോ? എടാ, നീ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ ആണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കായിരുന്നു നീ ഫോൺ ഓണാക്കിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാത്രി ഞാൻ അയച്ച മെസ്സേജ് ഫുള്ള് നോക്കിയിട്ട് നിനക്കത് മനസ്സിലായില്ലേ? ആ അതൊക്കെ ഞാൻ രാവിലെ കണ്ടേ. എടാ, ഞാൻ എപ്പോഴും പറയുന്നല്ലേ എനിക്ക് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂന്ന്. അമ്മ പോയിട്ടും വീണ്ടും ഒരു കല്യാണത്തെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് വേണ്ടി സമയം ഫുള്ളും മാറ്റിവെച്ച അച്ഛനോടൊപ്പം കുറച്ച് സമയമെങ്കിലും ഞാൻ മാറ്റിവെക്കണ്ടേ? എന്നാലും നിന്റെ റിപ്ലൈ ഒന്നും കിട്ടാതായപ്പോൾ എനിക്ക് വന്നൊരു ദേഷ്യം. ക്ഷമിക്കടാ, നിനക്കെന്നെ മനസ്സിലായില്ലെങ്കിൽ വേറെ ആർക്കാ എന്നെ മനസ്സിലാവാ? അച്ഛാ, അമ്മ പോയിട്ട് ഇത്രയും വർഷമായില്ലേ, എന്നിട്ട് എന്താ അച്ഛൻ വേറെ കല്യാണം കഴിക്കാത്തെ? ബി അച്ഛനാ ബുക്കിംഗ് വന്നേ. എന്താ അമ്മ പോയിട്ട് ഇത്രയും വർഷമായില്ലേന്ന്, എന്നിട്ട് എന്താ അച്ഛൻ വേറെ കല്യാണം കഴിക്കാത്തെ? എന്തിനാ ഇനിയിപ്പോ ഒരു കല്യാണം? ഒരു കൂട്ടിന് അച്ഛണ്ടല്ലോ. പിന്നെ ഞാനിപ്പോ അച്ഛനെ കൂട്ടിരിക്കാൻ പോവല്ലേ, പിന്നെ ഞാൻ എന്റെ പാട് നോക്കി പോവില്ലേ? ഓ അതപ്പോഴല്ലേ. ഇനിയും സമയമൊന്നും പോയിട്ടില്ല. എന്തിന്? ഒരു കല്യാണം കഴിക്കാൻ. മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താലോ? സുന്ദരനായ യുവാവിന് ഒരു വധുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പെണ്ണിന്റെ ഓരോ വർത്താനം കേട്ടില്ലേ? അപ്പൊ പറഞ്ഞ പോലെയല്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞേ? കുന്തം. പറയടാ, ഞാൻ കേട്ടില്ല. നീ ഇതെവിടെയായിരുന്നു? അമ്പോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. നീ പറ, എന്താ അടുത്ത പ്ലാൻ? സിനിമയ്ക്ക് പോണം. നീ ശരിക്കും പൊട്ടിയാണോ അത് അഭിനയിക്കാണോ? നീ തെളിച്ച് പറയടാ. ഡിഗ്രി കഴിഞ്ഞ എന്താ പ്ലാൻ? ഡിഗ്രി കഴിഞ്ഞ PGക്ക് പോണം. എവിടെ? ഇവിടെ തന്നെ ഏതെങ്കിലും കോളേജില്. അപ്പോ ഇത്ര നാളും പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ഏത്? കാനഡയ്ക്ക് പോകുന്നതോ? അതിനിപ്പോ എക്സാമും കഴിഞ്ഞ് സപ്ലിയും കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരണ്ടേ? അപ്പോഴേക്ക് IELTS ഒക്കെ എടുക്കണ്ടേ? ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഓ, അതിന് ഇനിയും സമയമൊക്കെ ഉണ്ടല്ലോ. അച്ഛനാ, രാത്രി വിളിക്കാവേ. എന്താ ജോബി, ആളിന്ന് ഉടക്കിപ്പോയതാണോ?
അച്ഛൻ എന്താ അമ്മയുടെ ഒരു ഫോട്ടോ പോലും സൂക്ഷിച്ചു വെക്കാത്തെ? ഫോട്ടോ കുറച്ച് കഴിയുമ്പോൾ മങ്ങും മായൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിലെ ചിത്രം അതൊരിക്കലും മാഞ്ഞുപോയില്ല മോളെ. എന്നാലും ഒരു ഓർമ്മയ്ക്ക്. എനിക്ക് നിന്റെ അമ്മയെ ഓർമ്മിക്കാൻ ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല മോളെ. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛന് സങ്കടാവോ? നീ കാര്യം പറ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കാനഡയ്ക്ക് പൊക്കോട്ടെ? കാനഡയ്ക്കോ? ആ, ഇപ്പോൾ കാനഡയിലും യൂറോപ്പിലും ഒക്കെ എല്ലാവരും പോയി പഠിക്കുന്നേ. അതിനെന്തൊക്കെയോ പരീക്ഷയൊക്കെ പാസ്സാവണ്ടേ മോളെ? ആ, അതിന് കോച്ചിങ്ങിനൊക്കെ പോകണം. പിന്നെ പോകാനും ഒരുപാട് പണച്ചെലവൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ ഏതാഗ്രഹ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിരിക്കണത്? നമുക്ക് നോക്കാടി. പിന്നെ പോകാനൊക്കെ ലോൺ കിട്ടുമല്ലേ? അല്ലെങ്കിൽ നമുക്കിത് വിൽക്കാടി. നമ്മുടെ ജോമോനൊക്കെ പോയ പോലെ പോകാനല്ലേ? ആ, അത് ലണ്ടൻ, ഇത് കാനഡ. അതുപോലെ തന്നെ. ഞാൻ പോയാ അച്ഛന് സങ്കടാവില്ലേ? എൻ്റെ സങ്കടത്തേക്കാൾ വലുത് നിന്റെ ആഗ്രഹമല്ലേ, നിന്റെ ഭാവിയല്ലേ. എനിക്ക് നീ ഒരാളേ ഉള്ളൂ. എൻ്റെ സമ്പത്തും സൗഭാഗ്യം എല്ലാം നീയാ. എന്നെ ഓർത്ത് മോളൊരാഗ്രഹവും മാറ്റി വെക്കണ്ട. ഹാ, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അവിടെ ചെന്നിട്ട് നീ എങ്ങനെ എന്നെ തേച്ചിട്ട് പോവോ? അതെന്താ ഇപ്പൊ അങ്ങനെ വന്നേ? അല്ല, ചോദിച്ചതാ. ചിലപ്പോ ഏതെങ്കിലും മതാമുട്ടികളെ കണ്ട് മനസ്സങ്ങ് മാറിയാലോ? എന്നാ നിന്നെ വെടിവെച്ച് കൊല്ലും. അതെങ്ങനെയാ? നീ വരുന്നില്ലല്ലോ. എന്നാ ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞേ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല എന്ന്? അച്ഛൻ സമ്മതിച്ചു, ഞാനും വരുന്നുണ്ട്. പിന്നെ നിന്നെ പിരിയുന്ന ആരെയും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലടാ. സത്യം പറഞ്ഞ എൻ്റെ അവസ്ഥ അതന്നെയാ. നീ ഇല്ലാതെ എനിക്കും വയ്യ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാ ഇങ്ങനെ പ്രണയത്തിന് വഴി മാറിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോ ഇതാണോ പ്രണയം? ഒരാൾക്ക് മറ്റൊരാളെ പിരിയാൻ പറ്റാണ്ടാവാ? ആയിരിക്കും. എന്ത് പേരിട്ട് വിളിച്ചാലും ഒന്നുറപ്പാ, തമ്മിൽ കാണാതിരിക്കാൻ വയ്യ. ഞാൻ കരുതി എനിക്ക് മാത്രം അങ്ങനെയുള്ളൂന്ന്. എന്നെ കൂടാണ്ട് നീ പോയാ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചേനെ. ഉണ്ടാവും ചിലപ്പോ നിന്റെ അച്ഛനെ സമ്മതിക്കാൻ തോന്നിയത്. അല്ലെങ്കിലും എൻ്റെ അച്ഛനൊരു പാവാടാ. ആ, അതെനിക്കറിയാലോ. അപ്പോ കാനഡയിലെ മഞ്ഞും കുളിരും പിന്നെ നീയും. ആഹാ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇല്ല ഇല്ലെന്നേ അച്ഛന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആൻറ്റി അച്ഛൻ സമ്മതിക്കാണ്ട് ഞാൻ പോവാൻ നോക്കുവോ? പൈസയൊക്കെ അച്ഛൻ ഉണ്ടായിക്കോളും. പിന്നെ ലോൺ എടുക്കാണ്ട് പറ്റുമോ? ഇല്ലെന്നേ. അച്ഛൻ ഇല്ലാത്ത വിഷമം വേറെ ഉള്ളവർക്ക് എന്തിനാ? ആയിക്കോട്ടെ ആൻറ്റി. അച്ഛാ, ഞാൻ പോകുന്നതിന് ആൻറ്റിമാർക്കൊക്കെ എന്തൊരു കുശുമ്പാ നോക്കണേ. അവരൊക്കെ അങ്ങനെ പലതും പറയും. അതൊന്നും എൻ്റെ മോള് നോക്കണ്ട. പിന്നല്ലാതെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സമ്മതം മാത്രം മതി. 3 വർഷം പെട്ടെന്നങ്ങ് പോയി. ഇനി എന്താ പരിപാടി? ഞാനെന്തായാലും PGക്ക് പോകാനുള്ള പരിപാടിയാ. അപ്പം ബാംഗ്ലൂർ പോവും. നിങ്ങളെന്തായാലും കാനഡയ്ക്ക് പറക്കാൻ പോവല്ലേ? അപ്പോൾ നമ്മൾ അരവിന്ദിൻ്റെ കാര്യം എങ്ങനെയാ? അവന് PGക്ക് പോകണമെന്നൊക്കെയാ. പക്ഷേ വീട്ടിലെ കാര്യം വലിയ സീനാ. ആദ്യം വല്ല പണിയും കിട്ടുമെന്ന് നോക്കണമെന്നൊക്കെയാ പറഞ്ഞേ. അല്ല, നിന്റെ കാര്യം എന്തായി? IELTS ഒക്കെ കഴിഞ്ഞു. ബാക്കി റിസൾട്ട് വരുമ്പോഴത്തേക്കും സെറ്റാവും. അപ്പോ അശ്വതി? അവളും അങ്ങനെ തന്നെ. അച്ഛനെ തനിച്ചാക്കിയിട്ട് അവള് പോരുമോ? പോരാതെ പിന്നെ എന്നേക്കാൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ അവക്കാ. എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഇപ്പോൾ ഇതെന്ത് വർത്താനാ പറയുന്നതെന്ന്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? നീ ഇതെന്ത് വിചാരിച്ചേ? കുട്ടികളെയാണെന്നോ? എത്ര നാളായിട്ടുള്ള ഒരുക്ക?
എത്ര നാളത്തെ ഓട്ടപ്പാച്ചിലാ. എൻ്റെ കാര്യം പോട്ടെന്ന് വെക്കാം. നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടും ലോൺ എടുത്തുമാ ഇതുവരെ എത്തിച്ച്. എല്ലാം ഒരു കരക്കെടുക്കറായപ്പോ ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ എനിക്ക് വയ്യ. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഴ്സിങ്ങിന് പോലും പോവാണ്ട് ഇവിടെ ഡിഗ്രിക്ക് ചേർന്നത് അച്ഛനെ തനിച്ചാക്കി പോവാൻ പറ്റാത്തോണ്ടാ. ഇതൊക്കെ ആദ്യം ചിന്തിക്കണ്ടേ. ഇതിപ്പോ എനിക്ക് നിന്നെയും പിരിയാൻ വയ്യ, അച്ഛനെയും പിരിയാൻ വയ്യ. ആ നല്ല കാര്യം നടന്ന തന്നെ. അങ്കിളാണെങ്കിൽ അവിടെ നിനക്കും കൂടി വേണ്ട എല്ലാ കാര്യവും റെഡിയാക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് നീ ആരാ, ഞാൻ എന്തിനാ നിന്റെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് വേണ്ട 100 ചോദ്യവും. വീട്ടിൽ നിന്നുള്ള എൻക്വയറിയും ക്വസ്റ്റ്യൻ ചെയ്യലും വേറെ. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ? അതിന് കല്യാണം കഴിക്കുന്ന ആൾക്ക് എൻ്റെ അച്ഛൻ്റെ ഒപ്പം കഴിയാലോ. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എന്തായാലും നടക്കും. അതെന്താ? എന്തായാലും അച്ഛ വീട്ടിൽ നിൽക്കാൻ എന്നെ കിട്ടില്ല. അച്ഛനെ തനിച്ചാക്കി പോവാൻ എനിക്കും പറ്റില്ല. എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞാൽ നന്നായി. ഇനി എനിക്ക് എൻ്റെ കാര്യം നോക്കാനോ? അത് നിന്റെ ഇഷ്ടം. ഈ ലോകത്ത് നിനക്ക് മാത്രമല്ല അച്ഛനുള്ളൂ. ഈ ലോകത്ത് എനിക്ക് മാത്രമേ അച്ഛനുള്ളൂ എന്നല്ല, ഈ ലോകത്ത് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നതാ സത്യം. എനിക്കുണ്ട് അച്ഛനും അമ്മയൊക്കെ. അവരെയൊക്കെ എവിടെ വിട്ടിട്ടാ ഞാനും പോന്നേ. എനിക്കേതായാലും പോയേ പറ്റൂ. അത്ര കഷ്ടപ്പെട്ടാ എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തന്ന്. എന്നാ നീ പോടാ. ഞാൻ അത് തന്നെ ചെയ്യുന്നേ. അതന്നെ നല്ലത്. അപ്പോ എല്ലാം ഇവിടെ തീർന്നു. അച്ഛനെ വിട്ടാൽ ഞാൻ എങ്ങോട്ടും ഇല്ല. അച്ഛനെക്കാട്ടും വലുതല്ലേ എനിക്കൊന്നും. ഞാനും എന്നാ മോൾ അച്ഛനെ നോക്കി ഇവിടെ തന്നെ വന്നു. ഞാൻ പോവാ. ഇവക്കിതും തെറ്റി. മോളെ, എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. മോളെ, ഒന്നുമില്ല അച്ഛാ. നീ കാര്യം പറ മോളെ. മോളെ, ഞാൻ പോകുന്നില്ല അച്ഛാ. പോകുന്നില്ലാന്നോ? നീ എന്തായി പറയണ മോളെ? അച്ഛനൊറ്റയ്ക്ക് എനിക്ക് എവിടെയും പോണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അച്ഛനെ ഓർത്ത് മോള് പോക്കൊന്നും വേണ്ട, നോക്കണ്ട. അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട. അച്ഛൻ എന്ത് പറഞ്ഞാലും അച്ഛനെ വിട്ട് ഞാൻ പോവില്ല. മോളിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ അത് മാറും. മോളിപ്പോ കുറച്ചു നേരം പോയി വിശ്രമിക്കും കേട്ടോ. ഹലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? നീ കാര്യം പറ. നീ എന്നാ വീഡിയോ കോളിൽ വാ. ഇവിടെ അച്ഛനുണ്ട്, നീ കാര്യം പറ. എടി, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിന്? യാത്ര പറയാനാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എന്താടി ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാണ്. പെണ്ണെ, നീ കളിക്കല്ലേ. നിനക്കെന്തു ആവാല്ലേ? അന്ന് അവിടെ എന്നെ ഒറ്റയ്ക്ക് വിട്ട് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി. ഇതിനിടയിൽ എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്തോ? നീ ഒരു മെസ്സേജെങ്കിലും അയച്ചോ? അതെങ്ങനെ? ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സുഖമായിട്ട് ഇരിക്കുമായിരുന്നല്ലോ. എല്ലാം റെഡിയാക്കിയിട്ട് ഒടുവിൽ നീ ഇല്ലാന്ന് പറഞ്ഞപ്പോ. മതി, നിർത്ത്. നമുക്കത് വിടാം. ഇപ്പൊ എന്തിനാ വിളിച്ചേ? അത് പറ. നമുക്ക് PGക്ക് കൊടുക്കണ്ടേ? സമയം കഴിയാറായി. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എടി, പഴശ്ശിരാജല് PGക്ക് കൊടുക്കണ്ടേന്ന്. അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഇമ്മോതിരി കിന്നാരം പറയാൻ എന്നെ നീ വിളിക്കരുത്, അപേക്ഷയാണ്. കോളേജിൻ്റെ സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നാളെ 10:30 ആകുമ്പോൾ കോളേജിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. മനസ്സിലായില്ല. എടി പോത്തെ,
നമ്മൾ ഒരുമിച്ച് പഠിച്ച അതേ കോളേജിൽ നമ്മൾ ഒരുമിച്ച് PGക്ക് പഠിക്കുന്നതാണ്. അപ്പോ കാനഡ? നീ ഇല്ലാതെ എനിക്കെന്ത് കാനഡ? എനിക്ക് ശരിക്കും വിശ്വസിക്കാവോ? 100%. എന്താ അപ്പൊ ഇങ്ങനെയൊരു മാനസാന്തരം? നിന്റെ ഒരു ഡയലോഗ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചു. ഏതാണാവോ ആ ഡയലോഗ്? ലോകത്ത് അച്ഛൻ നിനക്ക് മാത്രമല്ല ഉള്ളത്, പക്ഷേ ലോകത്ത് നിനക്ക് അച്ഛൻ മാത്രമുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള നിന്നെ വേദനിപ്പിച്ചിട്ട് പോവാൻ മനസ്സ് വന്നില്ലടോ. സുഖിച്ചു. സത്യാടോ. നമ്മൾ മക്കൾ കൂടെ വേണമെന്ന് എല്ലാ പേരൻസും ആഗ്രഹിക്കും. എന്നാൽ പേരൻസ് കൂടെ തന്നെ വേണമെന്ന് നമ്മളിൽ എത്ര മക്കൾ ആഗ്രഹിക്കും? ഓ, ഫിലോസഫി. നീ ഇല്ലാതെ എനിക്ക് വയ്യടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ടാണോ എന്നെ? ഇതൊക്കെ മറന്നേക്കടോ. നമുക്ക് നാളെ കാണാം പഴയ പോലെ. ഓക്കേടാ. ഇപ്പോഴാ കണ്ണുകളിൽ നല്ല നിലാവിന്റെ വെളിച്ചം എനിക്ക് കാണാം. അതെ, വെറും നിലാവല്ല, അതാണ് പ്രണയനിലാവ്.